കുറേ ദിവസങ്ങളായി മക്കളുടെ സ്കൂളിൽ പുസ്തകം വന്നിട്ട് പുസ്തകം മേടിക്കാൻ ഇന്നാണ് എനിക്ക് പോക്കായത്. ഇന്നാവട്ടെ നാളെ ആവട്ടെ നീട്ടി 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 സ്കൂൾ തുറക്കുന്നതിൻ്റെ 2 ദിവസം മുന്നെയാണ് ഇപ്പോൾ പോക്ക് നടന്നത്. കാലാണെങ്കിൽ വെയ്യ, ഇന്നെന്ന് പറഞ്ഞാൽ കാലും വെയ്യുന്നു. എനിക്ക് സ്റ്റെപ്പ് കയറാൻ ഭയങ്കര പടം നടന്ന് കാത്തിരുന്നാണ് പിന്നെ സഹി കേട്ടാണ് ഞാൻ ടെക്സ്റ്റ് മേടിക്കാനായിട്ട് പോയത്. ടെക്സ്റ്റ് മേടിക്കാൻ ഇപ്പോൾ ഒരു ചുമടുണ്ട്, 3 വേറെയും കൂടി ഉണ്ടല്ലോ, അതോ ഒരു ചുമടായിട്ടുണ്ടായിരുന്നു. എനിക്കന്നേ പൊക്കി പിടിച്ചുകൊണ്ട് വരാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഹംദാനാണെങ്കിൽ തുണിയൊക്കെ എടുക്കണമായിരുന്നു. അവന് പാൻറ്റാണ് ഈ വർഷം, കഴിഞ്ഞ പ്രാവശ്യം നിക്കറായതുകൊണ്ട് ഇപ്രാവശ്യം പാൻ്റായതുകൊണ്ട് അവന് പിന്നെ തുണിയൊക്കെ എടുത്ത് ഇറങ്ങിയപ്പോഴോ എനിക്കത് നടക്കാൻ വയ്യായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആരുമില്ല, ഒരു കൈസഹായത്തെ ആരുമില്ലായിരുന്നു. വണ്ടിക്കകത്ത് എടുത്ത് വെച്ചിട്ട് വീണ്ടും എനിക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും ഞാൻ തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ആദ്യയുടെ ഒരു കൂട്ടുകാരിയൊക്കെ കണ്ട് അവളുടെ അടുത്ത് ആയൊക്കെ പറഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേന് കുഞ്ഞായും ഗ്യാങ്ങും ഒക്കെ നിൽക്കുന്നു. കല്യാണം ആയതുകൊണ്ട് അവന്മാരുടെ ഇതാണ് അവിടെ. അങ്ങനെ അവന്മാർത്തും കാര്യമൊക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേന് ടെക്സ്റ്റ് മേടിക്കാൻ 3 പേരും വരിയായിട്ട് വന്നിട്ട് പൊക്കാൻ പറ്റുന്നില്ല പോക്ക്. പിന്നെ പൊക്കിക്കൊണ്ടൊക്കെ ആൾക്കാരൊക്കെ പോയി കൊണ്ടുവച്ചിട്ട് പിന്നെ അതിൻ്റെ സന്തോഷമാണ്, പഠിച്ചാൽ കൊള്ളായിരുന്നു, കിട്ടുമ്പോൾ ഒരു സന്തോഷം. പിന്നെ അവരെയൊക്കെ ട്യൂഷന് കൊണ്ടുപോയിട്ട് ആദ്യമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. എത്ര മേടിച്ചിട്ട് അങ്ങോട്ട് തീരുന്നില്ല, സ്കൂൾ പർച്ചേസിങ് കഴിയുന്നില്ല, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മറന്ന് പോകുന്നു. പിന്നെ ടൗണിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചായ പിന്നെ മസ്റ്റാണ്, ചായ കൂടി മസ്റ്റായതുകൊണ്ട് ഒരു പരിപ്പടിയും 2 ഉഴുന്നോടെയൊക്കെ ഞാൻ അകത്താക്കി. അണ്ണന് വിശപ്പില്ലാത്തതുകൊണ്ട് അണ്ണ ഒരു ഉഴുന്നോടെയൊക്കെ കഴിച്ചിട്ട് അണ്ണൻ്റെ കൂട്ടുകാരനെ കണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാനിവിടെ കഴിച്ചിട്ട് വെയിറ്റ് ചെയ്യും, ആളെ കാണുന്നില്ല ഇതിലായിട്ട് പൈസ കൊടുക്കാൻ വേണ്ടി. ആൾ പിന്നെ എങ്ങനെയൊക്കെ വിളിച്ച് വന്നിട്ട് പിന്നെ മക്കളെ ട്യൂഷൻ വിടാറായപ്പോഴത്തേനും അവൾ വിളിച്ച്. അങ്ങനെ അണ്ണൻ വിളിക്കാൻ എന്നെ പറഞ്ഞ് വിടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ പൂതന, എനിക്ക് കാല് വയ്യാത്തതുകൊണ്ട് പൂതനെന്ന് പറഞ്ഞാൽ അണ്ണൻ പിന്നെ പോകാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ സാധനങ്ങളെല്ലാം തന്നിട്ട് ആൾ പോകാൻ നിൽക്കുക. ആൾക്ക് ഭയങ്കര മടിയാണ് ഓരോടത്ത് പോകാനൊക്കെ. പിന്നെ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ.